ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് അത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ് ഇവിടെ രണ്ടുപേരും. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറക്കിയാൽ മതി, പോന്നോളും. അപ്പോൾ പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വളരെ പൊക്കം കുറവായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ സംഭവം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി, എത്തനെ ഒന്ന് വന്നോളും. കേട്ടോ, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. നല്ല വലിപ്പത്തിലുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ കാണിച്ചു. അപ്പൊ നമുക്കിതിനെ കട്ട് ചെയ്ത് ചെയ്യാം. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് സാധനം. ഇവിടെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് പഴമൊക്കെ തൊലിച്ചെടുക്കുന്ന പോലെ ഇതിന്റെ തോടങ്ങ് തൊലിച്ചെടുക്കും. ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വയലറ്റ് കളറാണ്, കണ്ടോ, കാണാൻ തന്നെ ഭയങ്കര കളറാണ്. ഇത് ചെറിയ പീസുകളാക്കി നമുക്ക് കഴിക്കാം. നോക്കാം, പിള്ളേർക്ക് ആദ്യം കൊടുക്കാം. കാണാൻ ഒരു കൊള്ളാമോ? സൂപ്പറാ, ഇഷ്ടായ? ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാക്കെല്ലാം നല്ല വയലറ്റ് കളറാവും. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചു. കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ ഉണ്ട്. ഇവിടെ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ, സാധനം കാണാനില്ല, എല്ലാം തീർന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ നമ്മളെല്ലാരും കൂടെ കഴിച്ച് തീർത്തു. ഭയങ്കര ഇഷ്ടമാണ്. കണ്ട അടിയും പിടിയും ഒക്കെയാണ് ഇവിടെ കിട്ടാറില്ല, ആർക്കും തികയില്ല ഈ സാധനം. പക്ഷെ എല്ലാവരും ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്താണ് കഴിക്കുക കൂടുതൽ. ജ്യൂസ് അടിച്ച് അങ്ങനെ കുടിച്ചിട്ടില്ല. ഒരു ദിവസം ജ്യൂസ് കൂടെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.